ദാനിയേലിന്റെ പ്രവചന പുസ്തകത്തിൽ പറയുന്നു, ഭൂമിയിലെ സകല മാനുഷ അധികാരങ്ങളെയും യഹോവ വാഴുന്നു എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിനെ, ഇസ്രായേൽ പ്രധാനമന്ത്രിയെ, റഷ്യൻ പ്രസിഡന്റിനെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ യഹോവ വാഴുന്നു, ദൈവം വാഴുന്നു. സദൃശ്യവാക്യങ്ങളിൽ പറയുന്നു, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു, അവൻ ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിക്കുന്നു. അധികാര സ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ദയ ലഭിക്കും. കർത്താവിന് നിങ്ങളോട് പ്രസാദം ഉണ്ടെങ്കിൽ കർത്താവ് തിരിക്കും. അനുകൂലമാക്കണോ പ്രതികൂലമാക്കണോ ദൈവം തീരുമാനിക്കും. കർത്താവിനെ എങ്ങനെ സ്വാധീനിക്കാം? തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ ഭക്തിയോടും ഘനത്തോടും കൂടെ ഉള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അധികാര സ്ഥാനങ്ങളിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ടോ, അമേരിക്കൻ പ്രസിഡന്റ് വലിയ പുള്ളിയായിരിക്കും, പക്ഷെ അതിനേക്കാൾ വലിയ പുള്ളിയാണ് പ്രാർത്ഥനക്കാരൻ. പ്രാർത്ഥനക്കാരന്റെ ഉപകരണമാകും അമേരിക്കൻ പ്രസിഡന്റ്, ഇസ്രായേൽ പ്രധാനമന്ത്രി, റഷ്യൻ പ്രസിഡന്റ്, ഉക്രൈൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, ഫ്രാൻസ് പ്രസിഡന്റ് പ്രാർത്ഥനക്കാരന്റെ ഉപകരണമാകും.